തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് ഓണം ഫംഗ്ഷൻ്റെ വ്ളോഗാണ്. നിങ്ങളീ കാണുന്ന പോലെയൊന്നുമല്ല ഞാൻ വന്നത്. ഞാനൊരു ജാക്കറ്റൊക്കെ ഇട്ടാണ് വന്നത്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ ഊരി വെച്ചിട്ട് പിന്നെ ഒന്നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഓണം ഫംഗ്ഷൻ നമുക്ക് ആ വിചാരിച്ചത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 5-6 സെൻറ്റേഴ്സ് ഒന്നിച്ചായിരുന്നു അന്ന് ഫംഗ്ഷൻ നടത്തിയിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് നമ്മുടെ സെൻറ്ററിലും വരണമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര തിരക്കായ പോലത്തെ ഫീലായിരുന്നു. അപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് ഈ വർഷത്തെ ഓണം ഫംഗ്ഷൻ സെൻറ്റർ മാത്രമായിട്ട് മതി എന്നുള്ളത്. പിന്നെ ബാക്കി സെൻറ്റേഴ്സിനും അതായിരുന്നു തീരുമാനമായതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റി. നമ്മൾ 5 പേരും ഏകദേശം ഒരേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓണം ആയിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫോട്ടോസിലും വീഡിയോസ് എടുക്കുന്നതിലും പിന്നെ ഫുഡിലും മാത്രമായിരിക്കും. സദ്യ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് 366 ദിവസവും സദ്യ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, മദേഴ്സ് വെജ് പ്ലാസ. ഒരുപാട് പേര് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടാകും. കഴിക്കാത്തവരെന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സദ്യ എന്ന് പറയുന്നത് അതാണ് ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ. അപ്പോൾ തലേന്നേ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കുവാണ് പോയി നമുക്ക് എടുത്തിട്ട് വന്നത്. നമ്മൾ 5 പേർക്കും കൂടെ 3 സദ്യയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ കഴിച്ചിട്ട് പിന്നെ മിച്ചവും വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ നമ്മൾ വാഴയിലയും പപ്പടവും മാത്രമാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ നമുക്കൊരു തെറ്റ് പറ്റിയത് നമ്മൾ സ്പൂൺ കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 2 സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 10-10:30 ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ വർക്കിംഗ് ടൈം തുടങ്ങുന്നത് 12 മണിക്കാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ നമ്മുടെ റീൽസ്, അത്യാവശ്യം ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീർത്തു വെച്ചു. പിന്നെ ഈ ഉച്ചയ്ക്കുള്ള സദ്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സദ്യയ്ക്ക് മുന്നേ കുറച്ച് പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പാവം അപ്പച്ചൻ പറഞ്ഞ് നിങ്ങൾ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെയെന്ന്. അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷമാണ് അപ്പച്ചനെ നോക്കിയത്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൽ ഒരു റീല് മാത്രം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡ്രസ്സും പിന്നെ ഈ സദ്യയായിരുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത സമയവും. ഈ ഡ്രസ്സ് നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല, ഏതെങ്കിലും ഡ്രസ്സ് ഇടാമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ ഈ ഡ്രസ്സ് ഇങ്ങനെ ഒത്തു വന്നു. ഫാബ്രിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, റേറ്റും അഫോർഡബിൾ ആയിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈനിൽ തയ്ച്ചെടുത്തു. എന്തായിരുന്നാലും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കൂടെയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു ദിവസം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട്